നമ്മള് മുത്തങ്ങക്കാട് എത്തിയില്ലേ? മുത്തങ്ങയുള്ളത് തുടങ്ങാണ്. അമ്മീന്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മള് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോയച്ചോട്ടോ. കേക്ക് മേടിച്ചില്ല, കേക്ക് ഒന്നും വാങ്ങിച്ചിട്ടില്ല. കേക്ക് കിട്ടുന്ന സ്ഥലത്ത് പോവാന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അവിടുന്ന് ഒരു സ്ലൈസ് കേക്കും വാങ്ങി കൊടുത്തിട്ട് അതെ ബർത്ത്ഡേ പരിപാടി അങ്ങനെ അവസാനിപ്പിക്കും. അതെ ചെയ്യാറുണ്ട്, അത് നമ്മൾ വന്നിട്ട് ചെയ്യണം. പാപ്പു നല്ല ഉറക്കമിറങ്ങി. ടെന്റും കൂടെ നമ്മൾ ചെയ്യാത്ത എന്താ വെച്ചാൽ അത് നോക്കി ചെയ്യണം കേട്ടോ. നമുക്ക് അങ്ങനെ എങ്ങനെ ചെയ്യണ്ടെന്ന് അറിയുന്നില്ല. നല്ല സമയമെടുക്കും ചെയ്തു വരുമ്പോ തന്നെ. അപ്പൊ പിന്നെ ഇന്ന് പോക്ക് നടക്കില്ല. പിന്നെ ഉച്ചക്ക് ആരെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തരേണ്ടിയും വരും. അപ്പൊ എല്ലാം കൂടെ നമ്മൾ പ്ലാൻ മാറ്റി നമ്മളെ. പാപ്പു നല്ല ഉറക്കം കേട്ടോ. ആമിത ബാക്കില് ബർത്ത്ഡേക്കുള്ളത് അവിടെ ഇരിക്കുന്നു. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉറങ്ങുന്നു. ഇന്നെല്ലാവരും ഉറക്കമൊന്നും ശരിയായില്ല. ഞാനും കുറച്ചു നേരം ഉറങ്ങിപ്പോയി. അങ്ങനെ അപ്പം നമ്മളിത് അങ്ങനെ പോവാ. ഇനി പോണ വഴിയിൽ വല്ല മൃഗങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് കാണിക്കാം. സെൽഫി എടുത്താൽ മതി. അങ്ങനെ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ആനയുണ്ട് കേട്ടോ, കൊറേ ദൂരെ. അതാ അവിടെ എല്ലാ ആൾക്കാരും നോക്കിക്കവിടെ. ഓ കൊറേ ആൾക്കാർ കൂട്ടം കൂട്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടേ ഇല്ലോ ആനേനെ കാണുന്നു. കറക്റ്റ് കണ്ടു. വലിയ ആളേട്ടാ, എല്ലാരും അടുത്ത് ആനേനെ കണ്ടു നമ്മള്. രണ്ടൊന്നുമല്ല, കൊറേ ആനേനെ കണ്ടു. ഗുണ്ടിൽപേട്ട എത്തിയില്ല. അപ്പൊ ഇവിടെ സൂര്യകാന്തി ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഫുള്ള് ആൾക്കാർ മുന്നോടിയായിട്ട് എല്ലാം ആൾക്കാർ വന്നിട്ടുണ്ട്. തിരക്കാം. അടുത്ത ഭാഗത്ത് കാണാൻ പറ്റും. ഈ ഒരു ഭാഗം കഴിഞ്ഞാല് നെക്സ്റ്റ് ഒരു ഏരിയയിൽ ഫുൾ ഫ്ലവർ തന്നെയായിരിക്കും. പൂവ് തന്നെ കൊണ്ടുപോകുന്നല്ലേ പറിച്ചിട്ട് പോണ വഴിയിലുള്ള വിശേഷം. ഇപ്പൊ നമ്മള് മൈസൂർ എത്തിട്ടോ. എല്ലാരും ഇത് ഉറങ്ങിയിട്ട് 3 മണിക്കൂർ ഉറങ്ങി. ഓ പിന്നെ നമ്മളിവിടെ നമ്മൾ സ്ഥിരം പോകുന്നൊരു കഫേ ഉണ്ട്. അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള പരിപാടി കേട്ടോ. നമുക്കിങ്ങനെ വേറെ പ്ലാനുകളൊന്നുമില്ല. ആണോ? അങ്ങനെ വിചാരിച്ചേ നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാരും ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റാണ്. ഞാനല്ല, അബ്ബല്ല. ഞാൻ ഉറങ്ങി. എന്തോ ഒരു ക്ഷീണം. ഞാൻ ഉറങ്ങി. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് കഫേയിൽ പോയിട്ട് കാണാം. ട്രെയിൻ വരാൻ വേണ്ടിട്ട് ഇവിടെ അടച്ചു വെച്ചേക്കാണ്. അതൊക്കെ പാപ്പുനെ അറിയോ? അയാളുടെ കയ്യിലുള്ളത് പട്ടാണ്. ആ, വീട്ടിലേക്ക് വാങ്ങി പോവുമായിരിക്കും. അപ്പൊ വാങ്ങിച്ചു വരലില്ലേ നിനക്ക്? അതുപോലെ അവരെ ബേബിക്ക് വേണ്ടി വാങ്ങിച്ചിട്ട് പോവുമായിരിക്കും. ട്രെയിനിന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാം നമ്മളല്ലേ.
പിന്നെ വെറുതെ വെച്ചാണോ ആൽമരം ആമീന്നിന്റെ ആൽമരം ഒരു സോങ് ഒരു പാട്ട് പാടി ഇതാരെ ഫ്രണ്ടാ ബാബു ഫ്രണ്ടാ ഓ അശ്വിനിയുടെ ഫ്രണ്ടാ അപ്പൊ നിന്റെയും ഫ്രണ്ടല്ലേ അങ്ങനെ ആമീന്റെ ബർത്ത്ഡേ നമ്മള് ഫുഡൊക്കെ കഴിച്ചു അപ്പൊ നമ്മള് മൈസൂരിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഇവിടെ എവിടെയാ ഗുണ്ടിൽപേട്ടയില് ഒരു ആമി വീഴാൻ പോയി. ഓടല്ലേ വെയിറ്റ് അടിപൊളി അല്ലേ? ഓ സൂപ്പർ ആയിട്ടുണ്ട്. ഇതുണ്ടോ ഫുള്ള് മല്ലിക ഉണ്ടായിട്ടുണ്ട് ഇവിടെ. മല്ലിക അതെ മാമിന്റെ ബർത്ത്ഡേ. നല്ല സ്മെല്ലുണ്ടോ? എന്റെ കളറുകളാണ് ഇതൊക്കെ. ഇതിന്റെ സൂര്യകാന്തി ഉണ്ട് കേട്ടോ അപ്പുറത്തൊക്കെ. മല്ലിക രസമുണ്ട്. എനിക്ക് സൂര്യകാന്തി ഇഷ്ടമൊക്കെയാണ്, പക്ഷെ മല്ലികേനെ കാണാനാ ഭംഗി. ഇത് കണ്ടതൊക്കെ എങ്ങനെയുണ്ട്? പൂക്കൾ ഇഷ്ടപ്പെട്ടോ? നല്ല ഭംഗി. പാപ്പുന് ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടോ? നല്ല രസമുണ്ട് അല്ലേ? അപ്പൊ അത് അവിടെ ഉണ്ട് കേട്ടോ. പാപ്പു നമ്മൾ എങ്ങോട്ടാ വന്നേ? ആമ്പൽക്കുളം ഉണ്ട് പറഞ്ഞു. ഇത് താമരക്കുളാണ്. താമരക്കുളം വഴിയൊന്നുമില്ല, പക്ഷെ ഇത് അവിടെ കേട്ടോ താമര ഉണ്ടായിട്ടുള്ള സ്ഥലം. വിരിഞ്ഞിരിക്കുന്നുണ്ട് കാണോ കുറേ ദൂരെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനില്ലേ, പക്ഷെ നമുക്ക് പറിക്കാൻ കിട്ടില്ല. കുറേ ഉള്ളിലേക്ക് പോണം, നോക്കണം. ഇതുണ്ടോ? അതാണ് കാണാൻ പറ്റും, പക്ഷെ പറിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഇവിടെയാണ് കേട്ടോ. നമ്മൾ ആമ്പലിൻ്റെ അടുത്തെത്തി, പക്ഷെ നമുക്ക് പറിക്കാൻ പറ്റില്ല. ആമ്പലല്ല താമര അല്ലേ? ഫുൾ താമര. പറിക്കാൻ പറ്റില്ല അല്ലേ പാപ്പു? വീട്ടിലത്തെ ആയിട്ടല്ല, ഉള്ളിൽ അവിടെയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇത് കാണാൻ. കാണിച്ചു തരാം. ഇതുണ്ടോ ഇങ്ങനെയുള്ള. അപ്പം ഇതാ അവിടെ നിൽക്കുന്നു.
അപ്പം നമ്മൾ അവിടെ നിന്ന് നേരത്തെ വേറൊരു സ്ഥലത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വന്നാട്ടാ, സൂര്യകാന്തിയൊക്കെ ഉള്ള സ്ഥലത്തേക്ക്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇവിടെ നല്ല സൂര്യകാന്തി ഉണ്ട്, അതുപോലെ ബാക്കി കുറേ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ കാട്ടിലോട്ട് പോയിട്ട് വേണം വീട്ടിലോട്ട് പോവാൻ. ഓക്കെ, അപ്പം നല്ല ഭംഗി. വീട്ടിലല്ല, നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാം. നോക്ക് അതില് നോക്ക്. മൂന്നാമത്തേതാ കൊമ്പൻ. എവിടെ കൊമ്പൻ? അത് കൊമ്പനാണോ? ഏയ് ഹോണടിച്ചൊന്നും വിളിക്കുന്ന